കഴിഞ്ഞ 2 തവണ പിണറായിക്കൊപ്പം നിന്ന നിലമ്പൂർ കൂടി UDF പിടിച്ചതോടെ ഇനി പിണറായിക്ക് നിലം തൊടാൻ കഴിയും എന്ന പ്രതീക്ഷ അല്പം പോലും ബാക്കിയുണ്ടാവില്ല. തൃക്കാക്കരയിൽ പിണറായി വിജയൻ നേരിട്ട് പോയി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം 8 നിരയിൽ പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. യശശരീരനായ ജനകീയ നേതാവ് PT തോമസ് നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉമാ തോമസ് നേടി. നാടേറെ സ്നേഹിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോടെ മകൻ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ചപ്പോഴും ഭൂരിപക്ഷം ഇരട്ടിയിലധികമാക്കി. 5000-ൽ താഴെ വോട്ടുകൾക്ക് പാലക്കാടിന്റെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ 3 ഇരട്ടിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാൻ കഴിഞ്ഞതും ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ തുടർച്ചയായിരുന്നു. ആ 3 മണ്ഡലങ്ങളും UDF മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ CPM ആശ്വസിച്ചത്. എന്നാൽ ഇതാ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിദയനീയമായി അവർ തോറ്റിരിക്കുന്നു. ജനങ്ങൾ മടുത്തിരിക്കുന്നു. ജാതി മത ഭേദമന്യേ ഈ നാടിനെ സ്നേഹിക്കുന്നവർ, കരുണയുള്ളവർ, നന്മ വാഴണം എന്ന് ആഗ്രഹിക്കുന്നവർ, നീതി നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ എല്ലാവരും പിണറായിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ പേടിയോടെ നോക്കുന്നു. പിണറായി ഭരണത്തിന്റെ അന്ത്യമാണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും കൃത്യമായ പ്രവചനമാണ് നിലമ്പൂരിൽ നടന്നത്. ഇനി പിണറായിക്കും CPMനും ഒരു ഭരണമില്ല. പിണറായി മാറിക്കൊടുത്ത് മരുമകനെ വെച്ചാലും ഇനി അതല്ല ജനകീയ മുഖമുള്ള ശൈലജ ടീച്ചർ വന്നാലും ജനം അത്രമേൽ വെറുത്തിരിക്കുന്നു എന്നതിന്റെ സൂചന. പിണറായി വീണ്ടും വരുമോ എന്ന് ഭയന്ന് കഴിയുന്നവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഇനി മുഖ്യമന്ത്രി ആവേണ്ടത് ആരെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലാതിരുന്നാൽ VD സതീശൻ എന്ന കഴിവ് തെളിയിച്ച നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് ആ നേതാവിന്റെ കീഴിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. UDFൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ലീഗ് എടുക്കേണ്ട നിലപാടും അത് തന്നെയാവണം. അധികാരത്തിന് വേണ്ടി വടം വലിക്കാതെ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ കഴിഞ്ഞ തവണ പിണറായി വിജയൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ UDFന് അധികാരത്തിൽ വരാൻ പറ്റും. ഇത് പ്രകൃതി നൽകിയ സൂചനയാണ്, ജനങ്ങൾ നൽകിയ സൂചനയാണ്, ദൈവം നൽകിയ സൂചനയാണ്. പിണറായിയുടെ വൃത്തികെട്ട ഭരണം അവസാനിപ്പിക്കാനുള്ള ജനവിധിയുടെ തുടക്കമാണ്. ഈ ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് മുമ്പോട്ട് പോയാൽ പിണറായി ഭരണം അവസാനിപ്പിച്ച് കേരളത്തെ തിരിച്ചുപിടിക്കാം. അതെ, കേരളം സ്വതന്ത്രമാകുന്നു. 9 വർഷം നീണ്ട പിണറായിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഈ നാട് വിമോചിതരാകുന്നു.